എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണ് പറയാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഈ സാജിയുടെ ദിവ്യഗർഭത്തെ പറ്റിയാണ് ചർച്ച. അപ്പോൾ ഇന്ന് സാജിദ് ഒരു വീഡിയോസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ ഞാൻ സാജിദയോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങളെ മക്കളെ അടുത്തിരുത്തിക്കൊണ്ടാവരുത് ഇതുപോലത്തെ വീഡിയോസ് ഇടൽ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് അത് മക്കളെ മാറ്റി നിർത്തിയിട്ടാവണം പറയൽ. അല്ലാണ്ട് മക്കളെ അടുത്ത് നിർത്തിയിട്ട് അവരും എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്തൊക്കെയാണെന്നും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ എന്താ ഉമ്മാനെ പറ്റി ഇങ്ങനെ പറയുന്ന സമയത്തൊക്കെ മക്കൾക്ക് ഒരു മാനസിക പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ മക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ നിങ്ങളെല്ലാവരും സാജിദ എന്നിട്ട വീഡിയോസ് കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ സാജിദ നിയമത്തിൻ്റെ വഴിക്ക് പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പെങ്ങളായ റംലയുടെയും അതുപോലെ കുറച്ച് വ്ളോഗേഴ്സിൻ്റെ പേരിലാണ് കേസ് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ കേസ് കൊടുക്കട്ടെ, അത് അവർ തെളിയിക്കട്ടെ. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ അഹങ്കാരം കൊണ്ട് വന്നതാണെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ നിങ്ങളായിട്ട് വരുത്തി തീർത്ത കാര്യങ്ങളാണ്. അപ്പോൾ അവർ പ്രതികരിക്കുന്നത് ഹസ്ബൻഡിൻ്റെ ഫാമിലിൻ്റെ നേരെയായിട്ടാണ് പ്രതികരിക്കുന്നത്. കാരണം ഈ റംല എന്ന് പറയുന്ന പെങ്ങൾ പറഞ്ഞ വോയിസ് ക്ലിപ്പ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അത് എന്താണെന്നുള്ളത് റംല തെളിയിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞത് കറക്റ്റാണ്. സാജിദ പറഞ്ഞ പോയിന്റ് ശരിയാണ്. പക്ഷേ സാജിദ ഈ റംലയുടെ മകളെ പേര് ഇതിലേക്ക് വലിച്ചയക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി നല്ലതുപോലെ കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഭർത്താവിൻ്റെ ഫാമിലിയൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ എന്താ പറയുക, ഭർത്താവിൻ്റെ അയൽവാസികൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു മോശമായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നേരെ തിരിയാന്നല്ലാണ്ട് നമ്മളെ മക്കളെ നേരെ തിരിയുന്ന സമയത്ത് അതൊരു മോശം പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ പെങ്ങൾ പറഞ്ഞിരിക്കുന്നത് 4 മാസത്തോളം സാജിദാനെ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല, സോഷ്യൽ മീഡിയ കണ്ടിട്ടില്ല. അപ്പോൾ അവൾ ഗർഭിണി ആയതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊന്നും വരാതിരുന്നതെന്ന്. അപ്പോൾ ഇതിന് നേരെ സാജിദ പറഞ്ഞിരിക്കുന്നത് 4 മാസത്തോളം ഇവള് ഫോണൊന്നും എടുത്തിട്ടില്ല. ഇവർ ഹസ്ബൻഡിൻ്റെ ഫാമിലി, ഹസ്ബൻഡിൻ്റെ ഈ പെങ്ങളൊക്കെ കൂടിയിട്ട് എന്താ ഉസ്താദന്മാരെടുത്തും പഠിക്കന്മാരെടുത്തൊക്കെ പോയിട്ട് എന്താ ഷെയർ കൂടാത്തവർ അങ്ങനെയൊക്കെ ചെയ്ത് ഇവിടെ തളർത്തിയിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കേണ്ട അത്രയേ ഉള്ളൂ. അതിനൊന്നും നമ്മളൊന്നും പറയുന്നില്ല. പിന്നെന്ന് വെച്ചാൽ എന്താ പറയുക, പിന്നെ അടുത്ത പറയുന്ന സാജിദ ഈ പെങ്ങൾക്കും കാമുകനുണ്ടായിരുന്നെന്നും ഈ അളിയന് പെങ്ങളുടെ ഭർത്താവ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് സാജിദ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ കുടുംബ പ്രശ്നങ്ങളൊന്നും പണ്ടേത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ എടുത്തു വെക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ സാജിദ തെളിയിക്കേണ്ടത് സാജിദ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പെങ്ങളെ. അപ്പോൾ അത് തെളിയിക്കുക. അല്ലാണ്ട് യൂട്യൂബേഴ്സിൻ്റെ നേരെ പോയിട്ടൊന്നും കാര്യമില്ലല്ലോ. അവരറിഞ്ഞത് അവർ വീഡിയോസ് ഇടും. അതിപ്പോൾ ആരായാലും വീഡിയോസും സാജിദ ആയാലും നല്ലത് സാജിദനെ കൊണ്ട് നല്ലത് പറയുന്ന സമയത്ത് സാജിദ് എന്തുകൊണ്ട് പിന്നെ ഒരു താങ്ക്സ് പോലും പറയാൻ വന്നില്ലല്ലോ. അപ്പം ഇത് അറിഞ്ഞ ഒരു കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ട് പറയുമ്പം നിങ്ങൾക്ക് എന്തിനത്ര ദേഷ്യം പിടിക്കേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ഞാൻ പറയാറുണ്ടായിരുന്നു ഇങ്ങനെ സാജിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സ്വഭാവം, നിങ്ങളെ അഹങ്കാരം അതാണ് ഇത്രത്തോളം വഷളാക്കി തീർത്തത്. അപ്പോൾ എന്തായാലും സാജിദ തെളിയിക്കട്ടെ. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.